കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8, 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ്റെ അമ്മയും സഹോദരരും അവനെ കാണാൻ വന്നു. എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. നിന്റെ അമ്മയും സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് അവർ അവനെ അറിയിച്ചു. അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമുക്കൊക്കെ നമ്മുടെ ഹൃദയത്തിന് ചില പ്രത്യേക ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടായിരിക്കും നമ്മുടെ ഹൃദയം ചാഞ്ഞിരിക്കുന്നത്. അതിന് നമ്മളിങ്ങനെ പറയും, ഹൃദയത്തിൻ്റെ ചായ്വെന്ന് പറയും. ഈ ഫുട്ബോൾ കളിയും ക്രിക്കറ്റ് കളിയൊക്കെ താല്പര്യമുള്ളവർ എവിടെ കളിയുണ്ടെങ്കിലും എപ്പോൾ കളിയുണ്ടെങ്കിലും അവരുടെ എവിടെയായിരുന്നാലും അവരുടെ മനസ്സ് മുഴുവനും കളിയിലായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കല്യാണത്തിന് പോയി, പരിപാടികൾക്ക് പോയി, ഇവിടെയൊക്കെ പോകുമ്പോൾ അന്നൊരു കളിയുണ്ടെന്ന് വിചാരിക്കുക. ചിലപ്പോൾ ടി വിയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കാണേണ്ടത്. ഇവിടെ ഹൃദയം മുഴുവനും അതിലേക്ക് ചായ്ഞ്ഞ് കിടക്കുന്നത് കൊണ്ട് ഇവിടെ ആയിരിക്കുമ്പോഴും മനസ്സവിടെ ആയിരിക്കും. ചില ബന്ധങ്ങളിലായിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവർ പള്ളിയിലിരുന്നാൽ പോലും അവിടെ ഹൃദയത്തിൻ്റെ ചായ്വ് ബന്ധത്തിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, പള്ളിയിലിരിക്കുമ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതോ ലോകത്തിരിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അതിന് കാരണം ഹൃദയം എവിടെയൊക്കെയോ ചാഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെയും ആദ്യ വായനയുടെയും ഏറ്റവും കാതലായ സന്ദേശം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കർത്താവ് നിയന്ത്രിക്കുന്ന ഹൃദയവും അതിൻ്റെ പ്രത്യേകതയും, എന്നാൽ തിന്മ അതിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഹൃദയവും അതിൻ്റെ പ്രത്യേകതയാണ്. ആദ്യവായനയിൽ വളരെ മനോഹരമായ ചില സന്ദേശങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണോ നിന്റെ ഹൃദയമെന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ കർത്താവിന് ഇഷ്ടമുള്ളിടത്തേക്ക് നിന്റെ ഹൃദയത്തെ ചലിപ്പിക്കാൻ നീ നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കുമ്പോൾ അത് കർത്താവിൻ്റെ നിയന്ത്രണത്തിലാണ്. കർത്താവ് പറയുന്നത് കേൾക്കുകയും കർത്താവിൻ്റെ സ്വരം കേട്ട് ആ കർത്താവിൻ്റെ ഹിതമനുസരിച്ച് നിന്റെ ഹൃദയത്തെ ചലിപ്പിക്കുമ്പോൾ നിന്റെ ഹൃദയം കർത്താവിൻ്റെ സ്നേഹത്തിലും നിയന്ത്രണത്തിലുമാണ്. അങ്ങനെ പറ്റാതെ പോകുന്ന അനേകരുണ്ട്. അതിനെക്കുറിച്ച് തന്നെ വചനത്തിൽ പറയുന്നുണ്ട്. അതിനെ ദുഷ്ടഹൃദയം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ തിന്മ നിറഞ്ഞ ഹൃദയം, അല്ലെങ്കിൽ അഹങ്കാരം നിറഞ്ഞ ഹൃദയം, അല്ലെങ്കിൽ പാപം നിറഞ്ഞ ഹൃദയം, അല്ലെങ്കിൽ അശുദ്ധി നിറഞ്ഞ ഹൃദയം. അങ്ങനെ പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു ഹൃദയം പാപത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്നാണ് ആദ്യവായനയിൽ പറയുക. കാരണം അതിൻ്റെ ചായ്വ് കർത്താവിങ്കിലേക്കല്ലാത്ത ചായ്വാണ് എങ്കിൽ പാപത്തിലേക്കുള്ള ചായ്വാണ്. പുണ്യജീവിതത്തിലേക്ക് ഒരുവന് തൻ്റെ ഹൃദയത്തെ ചലിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഹൃദയം പാപത്തിലേക്ക് ചലിക്കും. ദൈവസ്നേഹത്തിലേക്ക് ചലിക്കാത്തൊരു ഹൃദയം നിശ്ചയമായും ലോകത്തിൻ്റെ ഏതെങ്കിലും സ്നേഹത്തിലേക്ക് ആ ഹൃദയം ചായാൻ തുടങ്ങും. കർത്താവിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കാത്തൊരു ഹൃദയം നിശ്ചയമായും നിരാശയിലേക്കും കുറ്റബോധത്തിലേക്കും ആ ഹൃദയം ചായാൻ തുടങ്ങും. അപ്പം എങ്ങോട്ടാണ് നമ്മുടെ ഹൃദയം ചാഞ്ഞിരിക്കുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ ചായ്വിനനുസരിച്ചാണ് നമ്മുടെ എല്ലാ മൂവ്മെൻറ്റും, എല്ലാ പ്രവൃത്തിയും, എല്ലാ തീരുമാനങ്ങളും, എല്ലാ ആലോചനകളും, എല്ലാ ആഗ്രഹങ്ങളെല്ലാം വരുന്നത് എൻ്റെ ഹൃദയം എങ്ങോട്ട് ചാഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നന്മയിലേക്കാണ് എൻ്റെ ഹൃദയം ചാഞ്ഞിരിക്കുന്നതെങ്കിൽ എൻ്റെ പ്രവൃത്തികളെല്ലാം നന്മയായിട്ട് മാറും. തിന്മയിലേക്കാണ് എൻ്റെ ഹൃദയം ചാഞ്ഞിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ പ്രവൃത്തികളിൽ അത് നിഴലിക്കാൻ തുടങ്ങും. വിശുദ്ധമായ വിചാരങ്ങളാണ് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ എൻ്റെ സംസാരത്തിൽ അത് പ്രകടമാകും. അശുദ്ധമായതാണ് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ എൻ്റെ സംസാരത്തിലും എൻ്റെ പ്രവൃത്തിയിലും എൻ്റെ ചിന്തയിലും എൻ്റെ ആലോചനയിലും ഈ അശുദ്ധി നിറഞ്ഞു നിൽക്കാൻ തുടങ്ങും. ഇവിടെ ഹൃദയം പരിശോധിക്കുക എന്നുള്ളതാണ് ആദ്യവായനയിൽ പറയുക. എവിടെയാണ് നിന്റെ ഹൃദയം?
നിന്റെ ഹൃദയം ദൈവത്തോടുള്ള ബന്ധത്തിലാണോ? നിന്റെ ആത്മീയ ജീവിതം ദൈവത്തോടുള്ള ബന്ധത്തിലാണോ? കർത്താവ് പറയുന്നത് പോലെയും കർത്താവ് നിയന്ത്രിക്കുന്നത് പോലെയുമാണോ നിന്റെ ഹൃദയത്തെ നീ ചലിപ്പിക്കുന്നത്, അതോ നിനക്ക് ഇഷ്ടമുള്ളത് പോലെയാണോ എന്നാണ് ആദ്യവായനയിൽ ചോദിക്കുക. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുക അത് തന്നെയാണ്. ഈശോ പറഞ്ഞന, എൻ്റെ വചനം കേട്ട് എൻ്റെ ഇഷ്ടമനുസരിച്ച് ആരൊക്കെ ജീവിക്കുന്നോ അവരാണ് എൻ്റെ സഹോദരവും എൻ്റെ അമ്മയും. എന്ന് പറഞ്ഞാൽ കർത്താവ് രക്തബന്ധത്തെക്കാൾ ഉപരിയായിട്ട് വചനബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, ആത്മീയ ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. എൻ്റെ ഹൃദയം കർത്താവിനോട് ചേർന്നിരിക്കാതെ, എൻ്റെ ആലോചനകൾ ദൈവാലോചനകളുമായി ബന്ധപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റാതെ എൻ്റെ ഇഷ്ടമനുസരിച്ചാണ് പോകുന്നതെങ്കിൽ ഞാൻ കർത്താവിൻ്റെ രക്തബന്ധത്തിലാണെങ്കിൽ പോലും അവനോട് ബന്ധമില്ല എന്നുള്ള ഉദ്ദേശം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പം ഞാൻ മാമോദീസ സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നവരാണ്. മറ്റൊരു വാക്യം പറഞ്ഞാൽ അവനോടുകൂടി രക്തബന്ധത്തിൽ അംഗങ്ങളായി തീർന്നവരാണ് നമ്മൾ. എന്നിരുന്നാലും അവൻ്റെ വചനമനുസരിച്ച്, അവൻ്റെ തിരുഹിതമനുസരിച്ച്, അവൻ്റെ സ്നേഹത്തിൽ രൂപപ്പെട്ട ഒരു ഹൃദയമല്ല നമ്മുടെ ഹൃദയമെങ്കിൽ കർത്താവിനോട് നമുക്ക് ബന്ധമില്ലെന്നാണ് പറയുന്നത്. അതാണ് ഈശോ പറയാൻ ഉദ്ദേശിക്കുന്നത്. മാമോദീസായിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നവരാണ് നമ്മളെങ്കിലും സ്വാഭാവികമായിട്ട് ഒരു ശരീരത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്നത് അവൻ്റെ രക്തമാണ്. അങ്ങനെയെങ്കിലും അവനോടുള്ള ബന്ധത്തിൽ, അവൻ്റെ കൽപ്പനകൾ പാലിച്ച്, അവൻ്റെ നിയന്ത്രണത്തിൽ നമ്മുടെ ഹൃദയം എത്താത്തിടത്തോളം കാലം വചനം പറയുന്നത്, അല്ലെങ്കിൽ സുവിശേഷത്തിൽ ഈശോ പറയുന്നത്, നമ്മളെ ഇങ്ങനെ ഉദ്ബോധിപ്പിക്കുന്നതിൽ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ബന്ധത്തിലേക്ക് വളർന്നിട്ടില്ല. അതിപ്പോൾ രക്തബന്ധമാണെങ്കിലും വചനബന്ധത്തിലേക്കും ആത്മീയ ബന്ധത്തിലേക്കും ദൈവസ്വരം കേൾക്കുന്ന കൽപ്പനകൾ പാലിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് വളരുമ്പോഴാണ് യഥാർത്ഥ ആത്മീയ ബന്ധത്തിലേക്ക് എത്തുക എന്ന്. നമ്മൾ ആത്മശോധന ചെയ്യേണ്ട വിഷയമാണ്. ഈ വചനം കേൾക്കുമ്പോൾ, ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ കർത്താവ് തൻ്റെ ഹൃദയം കൊണ്ട്, പൂർണ്ണ ഹൃദയം കൊണ്ട് നമ്മെ സ്നേഹിച്ചു, വിഭജിക്കപ്പെടാത്ത ഹൃദയം നൽകി നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന് വിഭജിക്കപ്പെടാത്തൊരു ഹൃദയത്തോടെ പ്രത്യുത്തരം കൊടുക്കുക എന്നുള്ള വിളിയാണ് ഓരോ വിശുദ്ധ കുർബാനയും നമുക്ക് തരിക. ഈശോ തന്നെ പൂർണ്ണമായിട്ട് പങ്കുവെച്ച് തരിക. പൂർണ്ണമായിട്ടും പങ്കുവെച്ച് തരുന്ന കർത്താവിനെ ഭാഗികമായിട്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ലല്ലോ, പൂർണ്ണമായിട്ട് തന്നെ സ്നേഹിക്കണ്ടേ. നമ്മൾ ദാമ്പത്യത്തിലൊക്കെ ഭർത്താവ് പൂർണ്ണമായിട്ട് ഭാര്യയെ സ്നേഹിച്ചിട്ട് ഭാര്യ തിരിച്ച് അതുപോലെ സ്നേഹിക്കുന്നില്ലെങ്കിലോ ആ ദാമ്പത്യത്തിൽ അസ്വസ്ഥതകളുണ്ടാകും. ഞാൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ട് എൻ്റെ ജീവിത പങ്കാളി അച്ഛൻ അത്ര സ്നേഹിക്കുന്നില്ല, ഞാൻ ഇത്രയും മനസ്സിലാക്കിയിട്ടും ഇത്രയും ഉൾക്കൊണ്ടിട്ടും ഇത്രയും അംഗീകരിച്ചിട്ടും ഇത്രയൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടും ഭർത്താവ് അതിന് തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അസ്വസ്ഥതകളുണ്ടാക്കും. ഭാര്യ അതിന് തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ബുദ്ധിമുട്ടുകളുണ്ടാകും. അങ്ങനെയെങ്കിൽ തമ്പുരാൻ നമ്മളെ വിശുദ്ധ കുർബാനയിൽ തൻ്റെ ശരീരവും രക്തവും തന്നെ പൂർണ്ണമായി നൽകി നമ്മെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ആ സ്നേഹത്തിന് ഭാഗികമായേ ഉത്തരം നൽകുന്നുള്ളൂ എങ്കിൽ, പ്രത്യുത്തരിക്കുന്നുള്ളൂ എങ്കിൽ, അത് നോർമലി ചിന്തിച്ചാൽ അതൊരു സ്വാഭാവികമായ നന്മ നമ്മളിലില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇവിടെയാണ് കർത്താവ് പറയുന്നത്, രക്തബന്ധത്തെക്കാളും വിലപ്പെട്ടത് ആത്മീയ ബന്ധമാണ്, വചനബന്ധമാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ ചലിപ്പിക്കപ്പെട്ട ഒരു ഹൃദയമാണ് യഥാർത്ഥ ദൈവത്തോടുള്ള ബന്ധത്തിൽ രൂപപ്പെട്ട ഹൃദയം. അങ്ങനെ ഒരു ഹൃദയം സ്വന്തമാക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ കുർബാനയിലൂടെ ആ കൃപ നമ്മളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.